ആലോചിച്ച് നോക്കുകയുള്ളൂ. രണ്ടുപേരും ഭഗവാനെ ഭജിച്ചിട്ട് തന്നെയാണ് വിവാഹ ജീവിതത്തിലേക്ക് വന്നത്. അങ്ങനെയുള്ള വിവാഹങ്ങളാണ് എന്നും വിജയത്തിലേക്ക് വരിക എന്നർത്ഥം. അല്ലാതെ കണ്ട് പെട്ടെന്ന് ഷൂ അതൊക്കെ നോക്കൂലേ, ആ ഷൂ ഇങ്ങോട്ട് നോക്കി, ഈ ഷൂ ഇങ്ങോട്ട് നോക്കി, ഇതൊക്കെ ലാസാഗുമൊക്കെ നോക്കി വന്നിട്ട് എല്ലാ പൊരുത്തവും നടത്താൻ 15 പൊരുത്തവും റെഡിയായിരുന്നു, എന്നിട്ടും ഇതായി ഗതിയെന്നാണ്. അപ്പോൾ പൊരുത്തല്ല എന്നുള്ള ഒരു ഉറപ്പല്ലേ, ഈശ്വരാധീനാണ് ഏറ്റവും വലുത്. ലാസാഗു ഒന്നും അതിൻ്റെ വിഷയമല്ല എന്നർത്ഥം. അതിന് ഭഗവാന്റെ വിവാഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ കുറേ കാലം അദ്ദേഹം കണ്ട ഭാവം നടിച്ചില്ല. ഒരു ദിവസം അദ്ദേഹം കണ്ണു തുറന്ന് നോക്കി. നോക്കുമ്പോൾ കാണുന്ന രൂപം എന്താ, കാലേണ ഭൂയസാക്ഷാമാം കർഷിതം വ്രതചര്യ. ആ കർശനമായിരിക്കുന്ന വ്രതചര്യകളെ കൊണ്ട് നല്ല സുന്ദരിക്കുട്ടി ഇങ്ങോട്ട് വന്നതാ. ഇപ്പോൾ കവിളൊക്കെ കുഴിഞ്ഞ്, പല്ലൊക്കെ കൊഴിഞ്ഞ്, കണ്ണൊക്കെ കുഴിയിലേക്ക് പോയി, തലമുടിയൊക്കെ ജട പിടിച്ച് എല്ലാം തോലുമായിട്ട് എണീക്കാൻ വയ്യാണ്ട് ഒരു സാധനം എന്താ മുമ്പിൽ നിൽക്കണു. കണ്ടപ്പോൾ തന്നെ കർത്തവൻ പറഞ്ഞെന്താന്ന്, തുഷ്ടോഹമദ്യ തവമാനവിമാനതായ അഹം തുഷ്ട, സന്തോഷമായി എന്നാണ്. നമ്മളാണെങ്കിൽ ഒരൊറ്റ അടി കൊടുക്കുക. അപ്പം തന്നെ ഇത്ര എന്നെ ഈ കോലത്തിലാക്കിയതും പോരാ, എന്നിട്ട് സന്തോഷമായി എന്നാണ് അല്ലേ. എന്തുകൊണ്ടാണ് സന്തോഷമാവാനുള്ള കാരണം? അവിടെ ഭർത്താവിനെ അവൾ കണ്ടിട്ടില്ല എന്നാണ്. ഭർത്താവിൻ്റെ രൂപത്തിലിരിക്കുന്നത് എൻ്റെ കാന്തനായിരിക്കുന്ന കണ്ണൻ തന്നെയാണ്. ആ ശ്രീഹരി എന്ന ഭാവത്തോടു കൂടി ശുശ്രൂഷയാ പരയാ പരമയാ പരയാച്ച ഭക്തിയ, ആ പരമമായിരിക്കുന്ന ഭക്തിയോട് കൂടിയിട്ട് തൻ്റെ ഭർത്താവായിട്ടല്ല കണ്ണനായിട്ട് കണ്ട് പരിചരിച്ചു. അതുകൊണ്ട് അദ്ദേഹം തുഷ്ടോഹമദ്യ മാനവിമാനതായ ശുശ്രൂഷയ പരമയാ പരയാച്ച ഭക്തിയാ, സന്തോഷമായി എന്നാണ്. എന്തേ നിനക്ക് വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഒരമ്മയാവണം, അതാണ് ഏറ്റവും ആവശ്യം. കാരണം എന്താ, ഒരു സ്ത്രീയുടെ പൂർണ്ണത എന്ന് പറയുന്നത് അമ്മയാവണമാണ്. അമ്മയായില്ല എന്ന് വരട്ടെ, അത് പൂർണ്ണതയിലേക്ക് ആവില്ല എന്നാണ്. അതുകൊണ്ട് ഒരമ്മയാവാൻ മോഹമുണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോൾ, എന്നാൽ ശരി ആയിക്കോളൂ, ബിന്ദു സരസ്വതി സ്നാനം ചെയ്തു വന്നോളാൻ പറഞ്ഞു. ബിന്ദു സരസ്വതി സ്നാനം ചെയ്തു വന്നപ്പോഴേക്കും 1000 തോഴിമാരോടൊപ്പം പഴയ പോലെ അതിസുന്ദരി കുട്ടിയായിട്ട് മാറി. അദ്ദേഹം തൻ്റെ തപസ്സുകൊണ്ട് ഒരു സുന്ദര കോമളനായിട്ട് മാറി. തൻ്റെ മനസ്സുകൊണ്ട് 7 നിലകളോടുകൂടിയുള്ള കാമക എന്ന പേരായിരിക്കുന്ന ഒരു വിമാനം സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ പത്നിയുടെ കൈ പിടിച്ചുകൊണ്ട് തോഴിമാരോടൊപ്പം ആ വിമാനത്തിൽ കയറി ആദ്യത്തെ ബഹിരാകാശ യാത്ര നടത്തിയ ആളാണ് കർദമ പ്രജാപതിയും ദേവഹൂതിയും. നമുക്ക് അമേരിക്കക്കാരനും റഷ്യക്കാരനൊക്കെയാണ് സായിപ്പ് പോയാലേ ഓർമ്മ വരുള്ളൂ. ഇവിടെ ഭാഗവതം അതിനൊക്കെ എത്രയോ കാലം മുമ്പ് പറഞ്ഞിരിക്കണു. ആദ്യത്തെ ബഹിരാകാശ യാത്ര എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? തൻ്റെ പത്നിക്ക് ഈശ്വരചിന്ത ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഈ അത്ഭുതമായിരിക്കുന്ന ലോകമൊക്കെ കാണണം അല്ലേ. അല്ലാണ്ട് ഈ പറവൂര് പെരുവാരത്ത് ഒരു വാർഡിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്ക് ഈ ലോകത്തിനെ കുറിച്ച് എങ്ങനെ അറിയാം? അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്ങലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തറിഞ്ഞു. നമുക്കൊന്നും അറിയാൻ സാധിക്കില്ല ഈ ലോകത്തിനെ കുറിച്ച്. പുറത്തേക്ക് ഇറങ്ങണം. ആ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈശ്വരൻ്റെ മഹിമ നമുക്കറിയാം. കിണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് മേപ്പോട്ടേക്ക് നോക്കിയാൽ ആ കിണറിൻ്റെ വട്ടത്തിൻ്റെ അത്രേ ആകാശം കാണുള്ളൂ അല്ലേ. പുറത്തേക്ക് വരുമ്പോഴായിരിക്കും ആകാശം കുറച്ചും കൂടി വിസ്തൃതമായിട്ട് കാണും. ആകാശത്ത് പോയി നോക്കുമ്പോഴാണ്, അതിൻ്റെ ആകാശത്തിനപ്പുറത്ത് നോക്കുമ്പോഴാണ് ആകാശത്തിൻ്റെ പരപ്പ് ഇത്ര അധികം ഉണ്ടെന്ന് നമ്മളറിയാം. അതേപോലെ എപ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോഴാണ് നമ്മൾ ഓരോന്നും അറിയാം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വട്ടം കൂടി ഇരുന്നാൽ ഒന്നും അറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ലോകായ ലോകങ്ങൾ എവിടേക്കാണോ അവിടെ എല്ലാം കൊണ്ടുപോയി അനവധി ലോകങ്ങൾ കാണിച്ചു കൊടുത്തു. ആഴികളും പർവ്വതങ്ങളും ഇന്ന് വേണ്ട എന്തെല്ലാം നക്ഷത്രജാലങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ സ്പേസിൽ നീങ്ങുന്ന പ്രേക്ഷയിത്വ ഭൂഗോളം പത്നിയാവാൻ സുസംസ്ഥയ, ആ സ്പേസിൽ നീങ്ങുന്ന ഭൂമി ഗോളമായിട്ട് നിൽക്കുന്ന ഭൂമിയെ നീ കണ്ടില്ലേ എന്നാണ് അന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് സായിപ്പ് പറഞ്ഞ അത്ര ഭൂമി ഉരുണ്ടതാണ്. അപ്പോഴാണ് ഇപ്പോൾ പട്ടന്മാർ ഹിന്ദുക്കൾ പറഞ്ഞുകൊണ്ടെടുക്കുക ഭൂമി പരന്നതാണെന്നാണ് ഋഷിമാർ കണ്ടുപിടിച്ചതെന്നാണ്. എത്രയോ കാലം മുമ്പേ ഭാഗവതം പറഞ്ഞു. ഭൂഗോളം പത്നിയാവാൻ സുസംസ്ഥയ, ഇത് പ്രമാണമാണ്. ഇനി നമുക്ക് നാളെ കേൾക്കാണ്ട് ഭൂഗോള വർണ്ണന, എത്ര സമുദ്രങ്ങൾ, എത്ര പർവ്വതങ്ങൾ, എല്ലാത്തിനെ കുറിച്ചും എത്ര ഭംഗിയായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഋഷിമാരെല്ലാം ഉള്ളിലേക്ക് യാത്ര ചെയ്തവരാണ്. ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ പുറത്തേക്ക് നോക്കിയവരാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ടാണ് ചന്ദ്രയാനും മംഗളയാനൊക്കെ വിടാൻ പറ്റുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് നോക്കിയവർക്ക് ഇതൊന്നും വിടണ്ട. അല്ലാണ്ട് അറിയാം, ഈ ലോകത്തിനെ മുഴുവനും അറിയാൻ തൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് നമ്മളായിരിക്കുന്ന പിണ്ടാണ്ടം. ഒരു വലിയ ചെമ്പിൽ അരി വെച്ചിട്ട് മുഴുവനും ഞെക്കി നോക്കണോ അതെന്തോന്നറിയാൻ?
അതിൻ്റെ ആവശ്യമില്ല അല്ലേ. ഒരെണ്ണം ഞെക്കിയാൽ നമുക്കറിയാം, അതിൻ്റെ മുഴുവനും വേവറിയാം. അതേപോലെ നമ്മളെ അറിഞ്ഞു എന്ന് മറ്റേ അവനവനെ അറിഞ്ഞാൽ ഈ ലോകത്തിനെ മുഴുവൻ നമുക്കറിയാൻ സാധിക്കും. എന്നെ അറിയാത്തിടത്തോളം കാലം ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും, ഇതിൻ്റെയൊക്കെ അറിവ് നേടാൻ നടക്കുമ്പോൾ ഒരിക്കലും അറിയില്ല എന്ന് പറയുകയാണ്. ഇവിടെ ആ തന്നെക്കുറിച്ചുള്ള അറിവുണ്ടാക്കാൻ, ഈ ലോകത്തിനെ കുറിച്ചുള്ള അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ കാണിച്ചു കൊടുത്തു. അനവധി ലോകങ്ങൾ സഞ്ചരിച്ച് ഭക്തിയുടെ 9 പടികളും നിറഞ്ഞു കഴിഞ്ഞിരിക്കണു ആ ദേവിക്ക്. അതോടുകൂടി വിമാനം ഇറക്കി. എന്നിട്ട് എന്തായി? നല്ല ശ്രദ്ധയോടുകൂടി ഈശ്വരനെ ഭജിച്ചപ്പോഴേക്കും ഒരു ദിവസം തസ്യാം ബഹുദിതേ കാലേ ഭഗവാൻ മധുസൂദന കാർദമും വീര്യമാപന്നു യജ്ഞേഗ്നിരുവദാരുണി. അരണിയിൽ നിന്ന് അഗ്നി എന്നതുപോലെ ഭഗവാൻ കപിലവാസുദേവർ എന്ന പേരിൽ അവതരിച്ചു. ആ അവതരിച്ചോടുകൂടി എന്തൊരഴകാ ഭഗവാനെ കാണാൻ. നല്ല സ്വർണ്ണ തലമുടികൾ, നീണ്ടിടംപെട്ട കണ്ണുകൾ, നല്ല കൃഷ്ണവർണ്ണം. അങ്ങനെ സുന്ദരമായിരിക്കുന്ന ഭഗവാനെ ഇങ്ങോട്ട് കണ്ട് ലോകം മുഴുവനും നാമസങ്കീർത്തനങ്ങളോടുകൂടി കപിലവാസുദേവൻ്റെ അവതാരം അതിഗംഭീരമാക്കി മാറ്റി. ഇനി ആ ഭഗവാൻ അമ്മ